ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ കെമിക്കൽ ബോണ്ടിങ് അതായത് രാസബന്ധനം എന്ന പാഠത്തിൻ്റെ പാർട്ട് 2 വീഡിയോയാണ്. ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ വീഡിയോയിൽ അയോണിക് ബോണ്ടിങ് വരെയാണ് നമ്മൾ നോക്കിയത്, അതായത് അയോണിക ബന്ധനം. ഇനി നമ്മൾ നോക്കുന്നത് കോവാലൻ്റ് ബോണ്ടിങ് അതായത് സഹസംയോജക ബന്ധനം എന്ന ടോപ്പിക്കാണ്. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോഡിയം ക്ലോറൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കിയല്ലേ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ O2 എങ്ങനെയാണ് ഉണ്ടാകുന്നത്. O2 എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഗ്യാസ് ആണ്. ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2 ഓക്സിജനാണ് എഴുതിയിരിക്കുന്നത്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ വിന്യാസം അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? 2,6. ഈ ഓക്സിജൻ്റെയും 2,6 ആണ്. ഈ 2 ഓക്സിജൻ്റെയും ആഗ്രഹം എന്താണ്? അവരുടെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണമെന്നാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു. ഈ ഓക്സിജന് 8 ഇലക്ട്രോൺ കിട്ടണമെങ്കിൽ എന്താണ് എളുപ്പം? 2 ഇലക്ട്രോൺ എവിടെ നിന്നെങ്കിലും മേടിക്കുന്നതാണ്. അപ്പോൾ ഈ ഓക്സിജന് ഇലക്ട്രോൺ വാങ്ങാനാണ് താല്പര്യം. ഇനി ഈ ഓക്സിജൻ നോക്കാം. ഈ ഓക്സിജനും 8 ഇലക്ട്രോൺ ആകണമെങ്കിൽ 2 ഇലക്ട്രോൺ എവിടെ നിന്നെങ്കിലും മേടിക്കാനാണ് ആഗ്രഹം. അതായത് ഈ ഓക്സിജനും ഇലക്ട്രോൺ വാങ്ങാനാണ് താല്പര്യം. നമ്മൾ അയോണിക് ബോണ്ടിങ് അയോണിക ബന്ധനത്തിൽ നോക്കിയപ്പോൾ ഏതെങ്കിലും ഒരാറ്റത്തിന് ഇലക്ട്രോൺ കൊടുക്കാനും ഒരാൾക്ക് ഇലക്ട്രോൺ വാങ്ങാനുമാണ് താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെയോ 2 പേർക്കും ഇലക്ട്രോൺ വാങ്ങാനാണ് താല്പര്യം. അപ്പോൾ ഇതിന് പരിഹാരം എന്ന് പറയുന്നത് കോവാലൻ്റ് ബോണ്ടിങ് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനമാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഓക്സിജന് 2 ഇലക്ട്രോൺ കൂടെയല്ലേ വേണ്ടത്. അപ്പോൾ ഈ ഓക്സിജൻ്റെ 2 ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഷെയർ ചെയ്യാം, അതായത് പങ്കുവയ്ക്കാം. പങ്കുവയ്ക്കുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ഗുണം? ഇവിടെ നിന്ന് ആ 2 എണ്ണം പോകുന്നുമില്ല, എന്നാൽ ഈ ഓക്സിജന് കൂടെ ആ 2 എണ്ണം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഓക്സിജൻ്റെ പ്രശ്നം മാറിയല്ലോ. ഇനി ഈ ഓക്സിജന് 2 ഇലക്ട്രോൺ കൂടെ വേണമല്ലേ. അപ്പോൾ ഇവിടുത്തെ 2 എണ്ണം ഇങ്ങോട്ട് പങ്കുവയ്ക്കാം, അതായത് ഇങ്ങോട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ആ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് പോകുകയുമില്ല, ഇവിടെ 8 എണ്ണം തികയുകയും ചെയ്യും. ഇതുപോലെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്ത് അതായത് പങ്കുവെച്ചുകൊണ്ട് ഉണ്ടാകുന്ന ബന്ധനം ബോണ്ടിങ്ങിനെയാണ് കോവാലൻ്റ് ബോണ്ടിങ് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനം എന്ന് പറയുന്നത്. ഇതിനെ തന്നെ ഞാൻ മറ്റൊരു രീതിയിൽ വരയ്ക്കാം. ഓക്സിജൻ, രണ്ടാമത്തെ ഓക്സിജൻ വരച്ചു. ഇതിൻ്റെ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണ് ഞാനിവിടെ വരയ്ക്കുന്നത്. എത്ര ഇലക്ട്രോൺ വീതമാണ് ഷെയർ ചെയ്യുന്നത്, പങ്കുവയ്ക്കുന്നത്? 2 എണ്ണം വീതമല്ലേ. അതായത് ഒരു ഓക്സിജൻ 2 ഇലക്ട്രോണിനെയാണ് പങ്കുവയ്ക്കുന്നത്. ആ പങ്കുവയ്ക്കുന്ന ഇലക്ട്രോണിനെ ഞാൻ ഈ വശത്താണ് വരച്ചത്. അതായത് ഈ ഓക്സിജന് ഫേസ് ചെയ്തുകൊണ്ട്, അഭിമുഖീകരിച്ചുകൊണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ അത് 6 എണ്ണം ആയിട്ടുണ്ടല്ലോ. നമ്മൾ ഷെയർ ചെയ്യുന്ന പങ്കുവയ്ക്കുന്ന 2 എണ്ണം ഈ ഓക്സിജന് നേരെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓക്സിജനും അവസാനത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ്. നമ്മൾ പങ്കുവയ്ക്കുന്ന 2 ഇലക്ട്രോൺ ഈ ഓക്സിജന് നേരെ വയ്ക്കാം, ബാക്കി 4 എണ്ണം ഇങ്ങനെ വയ്ക്കാം. ഈ ഓക്സിജൻ ഇപ്പോൾ 6 എണ്ണമാണ് ഉള്ളത്. 8 എണ്ണം തികയ്ക്കാൻ വേണ്ടി ഇതുകൂടി നമുക്ക് പങ്കുവെച്ച് അതായത് ഷെയർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഓക്സിജൻ എത്ര എണ്ണമായി? 8 എണ്ണമായി. ഇവിടെയോ ഇതുപോലെ തന്നെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഈ ഓക്സിജൻ എത്ര എണ്ണമായി? 2, 4, 6, 8. ഇങ്ങനെയാണ് O2 ഉണ്ടാകുന്നത്. ഇവിടെ എത്ര ജോഡി ഇലക്ട്രോണുകളെയാണ് മൊത്തത്തിൽ പങ്കുവെക്കുന്നത്? ഒരു ജോഡി എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ്. അപ്പോൾ ഇത് 1ാമത്തെ ജോഡി, ഇത് 2ാമത്തെ ജോഡി. അതായത് ഇവിടെ 2 ജോഡി ഇലക്ട്രോണുകളെയാണ് പങ്കുവെക്കുന്നത്. 2 ജോഡികളെ പങ്കുവെക്കുമ്പോൾ അതിനെ ഡബിൾ ബോണ്ട് അതായത് ദ്വിബന്ധനം എന്ന് പറയുന്നു. ഒരു ജോഡിയെയാണ് പങ്കുവെക്കുന്നതെങ്കിൽ അതിനെ സിംഗിൾ ബോണ്ട് അതായത് ഏകബന്ധനം എന്ന് പറയുന്നു. അത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. ഒരു ജോഡി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താണ്? ഒരു പെയർ എന്നാണ് അർത്ഥം. ഇതിനെ നമുക്ക് യോജിപ്പിച്ച് ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ, ഒരു വരയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ഇലക്ട്രോണാണുള്ളത്. അപ്പോൾ ഇത് എത്ര വരയുണ്ട്? 2 എണ്ണം. അപ്പോൾ ഇത് എന്ത് ബോണ്ടാണ്, എന്ത് ബന്ധനമാണ്? ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ദ്വിബന്ധനം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തേക്കാം. പേജ് നമ്പർ 31 കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും പറഞ്ഞു തരാം. അവർ ഫ്ലൂറിൻ്റെ ആറ്റമാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 9p എന്നാണ് എഴുതിയിരിക്കുന്നത്. ചിലപ്പോൾ കാണാൻ പറ്റില്ലായിരിക്കും.
9p എന്ന് പറഞ്ഞാൽ 9 പ്രോട്ടോൺ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, അതായത് അറ്റോമിക നമ്പർ എത്രയാണ്? എത്രയായിരിക്കും? 9. ഇനി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞത്. അറ്റോമിക് നമ്പർ 9 എന്ന് പറയുമ്പോൾ 9 ഇലക്ട്രോൺ അല്ലേ ഉണ്ടാകുക? അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? 2,7. ഒക്റ്ററ്റ് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടി ഫ്ലൂറിന് ഇനി എത്ര ഇലക്ട്രോൺ കൂടെ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അഷ്ടക ഇലക്ട്രോൺ സംവിധാനം തികയാൻ ഫ്ലൂറിന് എത്ര ഇലക്ട്രോൺ കൂടെ വേണം? ആ ക്വസ്റ്റിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടണമെങ്കിൽ ഫ്ലൂറിന് ഇനി എത്ര ഇലക്ട്രോൺ കൂടി വേണം? എത്ര എണ്ണം വേണം? ഒരെണ്ണം കൂടി മതിയല്ലേ? അപ്പോൾ 1 ഇലക്ട്രോൺ എന്ന് എഴുതുക. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ O2 എടുത്ത പോലെ F2 ഉണ്ടാകുമ്പോൾ അവിടെ 2 ഫ്ലൂറിൻ ആറ്റം ഉണ്ടല്ലേ? ഈ 2 ഫ്ലൂറിൻ ആറ്റത്തിനും അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടണമെങ്കിൽ എന്താണ് മാർഗം, എന്താണ് വഴി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഫ്ലൂറിൻ 2,7 ആണ്, ഈ ഫ്ലൂറിൻ 2,7 ആണ്. ഈ ഫ്ലൂറിന് 1 ഇലക്ട്രോൺ കിട്ടണമെന്നാണ് ആഗ്രഹം, ഈ ഫ്ലൂറിനും 1 ഇലക്ട്രോൺ കിട്ടണമെന്നാണ് ആഗ്രഹം. 2 പേർക്കും ഇലക്ട്രോൺ വാങ്ങാനാണ് ആഗ്രഹം, കൊടുക്കാൻ ആർക്കും താല്പര്യമില്ല. അപ്പോൾ ഇവിടെ എന്താണ് മാർഗം? സഹസംയോജക ബന്ധനം, അതായത് കോവാലൻ്റ് ബോണ്ടിങ് ആണ് ഇവിടുത്തെ മാർഗം. നമുക്ക് പടം വരച്ചേക്കാം. ഞാൻ 2 ഫ്ലൂറിൻ വരച്ചു. ഈ ഫ്ലൂറിൻ്റെ 7 ഇലക്ട്രോൺ ആണ് ഇവിടെ വരയ്ക്കേണ്ടത്. ഈ ഫ്ലൂറിന് 1 ഇലക്ട്രോൺ കൂടെ മതിയല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് എത്ര ഇലക്ട്രോൺ പങ്കുവെക്കണം, അതായത് ഷെയർ ചെയ്യണം? 1 എണ്ണം. അതുപോലെ ഈ ഫ്ലൂറിനും 1 ഇലക്ട്രോൺ കൂടെ മതി. അപ്പോൾ ഇവിടെ നിന്നും 1 ഇലക്ട്രോൺ ആണ് പങ്കുവെക്കേണ്ടത്. അപ്പോൾ ഈ ഫ്ലൂറിൻ എത്ര ഇലക്ട്രോൺ ഷെയർ ചെയ്യണം? 1 എണ്ണം. അതാണ് ഞാൻ ഇതിന് ഫേസ് ചെയ്ത് ഇതിനെ അഭിമുഖീകരിച്ച് വെക്കുന്നത്. ബാക്കി 6 എണ്ണം ഉണ്ടല്ലേ, അത് വരച്ചേക്കാം. ഇനി ഈ ഫ്ലൂറിനോ ഇതുപോലെ തന്നെ 1 ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്യുന്നത്, പങ്കുവെക്കുന്നത്. അതാണിത്. ബാക്കി 6 എണ്ണം വരച്ചേക്കാം. ഇനി എന്താണ്? ഈ ഫ്ലൂറിനിപ്പോൾ ഇവിടെ 7 എണ്ണമുണ്ട്. ഇതുകൂടി എടുക്കുമ്പോൾ 8 എണ്ണമായി. ഈ ഫ്ലൂറിനിപ്പോൾ 7 എണ്ണം ഉണ്ട്, ഇതുകൂടി എടുക്കുമ്പോൾ 8 എണ്ണമായി. ഇത് ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ എത്ര ബോണ്ടാണുള്ളത്, എത്ര ബന്ധനങ്ങളാണുള്ളത്? 1 എണ്ണം. അപ്പോൾ ഇത് ഏകബന്ധനം അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടാണ്. ശരിക്കും ബോണ്ട് വരയ്ക്കാൻ ഇത്രയും നീളമുള്ള വരയൊന്നും വേണ്ട കേട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വലുതാക്കി വരച്ചിരിക്കുന്നതാണ്. ഇത്രയും ചെറിയ വരയൊക്കെ മതി. ഉദാഹരണത്തിന് ഫ്ലൂറിൻ ഏകബന്ധനം, സിംഗിൾ ബോണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്സിജൻ എന്തായിരുന്നു? ഡബിൾ ബോണ്ട്, അതായത് ദ്വിബന്ധനം. അപ്പോൾ ഇങ്ങനെ വരച്ചാൽ മതി. അപ്പോൾ ടെക്സ്റ്റിലെ ഈ പടം ശ്രദ്ധിക്കാം. ഇത് ആദ്യത്തെ ഫ്ലൂറിൻ ആറ്റം, ഇവിടെ 7 ഇലക്ട്രോൺ ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തത്, അതും 7 ഇലക്ട്രോൺ ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് തമ്മിൽ ചേർന്ന് കഴിയുമ്പോൾ ഞാനിപ്പോൾ വരച്ച ആ പടമാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഇത്രയും വലുതാക്കി ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമുക്ക് നൈട്രജൻ നോക്കാം. N2 എങ്ങനെയാണ് ഉണ്ടാകുന്നത്? 2 നൈട്രജൻ ആറ്റം വയ്ക്കാം. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ 2,5. ഇവിടെയും 2,5. അപ്പോൾ എത്ര ഇലക്ട്രോൺ കൂടെ വേണം? 3 എണ്ണം. ഇവിടെയും എത്ര ഇലക്ട്രോൺ വേണം? 3 എണ്ണം. 2 പേർക്കും വാങ്ങാനാണ് താല്പര്യം. അപ്പോൾ എത്ര ഇലക്ട്രോൺ വീതം പങ്കുവയ്ക്കണം, ഷെയർ ചെയ്യണം? 3 ഇലക്ട്രോൺ. അതായത് ഈ നൈട്രജൻ 3 ഇലക്ട്രോണിനെ ഇങ്ങോട്ട് പങ്കുവയ്ക്കണം, ഈ നൈട്രജൻ 3 ഇലക്ട്രോണിനെ ഇങ്ങോട്ട് പങ്കുവയ്ക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? നൈട്രജൻ നൈട്രജൻ, ഈ നൈട്രജൻ്റെ 5 ഇലക്ട്രോൺ ആണ് വരയ്ക്കേണ്ടത്. പങ്കുവയ്ക്കേണ്ട 3 ഇലക്ട്രോൺ ആണ് ഇവിടെ വരയ്ക്കുന്നത്. ബാക്കി 2 എണ്ണം ഇപ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. ഇത് 2 എണ്ണം നിങ്ങളിപ്പോൾ മുകളിലാണ് വരയ്ക്കുന്നത് എന്നൊന്നോർത്ത് കുഴപ്പമില്ല. അതുപോലെ ഈ നൈട്രജനും പങ്കുവയ്ക്കുന്ന, ഷെയർ ചെയ്യുന്ന 3 എണ്ണമാണിത്. ബാക്കി 2 എണ്ണമാണ് ഈ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ നൈട്രജൻ എത്ര എണ്ണമായി? 3, 3, 6, 2, 8. ഈ നൈട്രജനോ 3, 3, 6, 2, 8. ഇത് നമുക്ക് യോജിപ്പിക്കാം. ഇപ്പോൾ എത്ര ബോണ്ടാണുള്ളത്? 3. അതായത് 3 ജോഡി, 3 പേർ ഇലക്ട്രോണിനെയാണ് പങ്കുവെച്ചത്, ഷെയർ ചെയ്തത്. അതുകൊണ്ട് എത്ര ബന്ധനം, എത്ര ബോണ്ടുകളാണുള്ളത്? 3 എണ്ണം. അപ്പോൾ ഇതിനെ എന്തെന്ന് പറയാം? ട്രിപ്പിൾ ബോണ്ട്, അതായത് ത്രിബന്ധനം എന്ന് പറയാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ HCl വരച്ച് നോക്കാം. HCl എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നാണ് പറയുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും, അതുതന്നെയാണ് HCl എന്ന് പറയുന്നത്. അപ്പോൾ Hഉം Clഉം നമുക്ക് എഴുതി നോക്കാം. ഹൈഡ്രജൻ്റെ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? വെറുതെ 1 എന്നാണ്, ആകെ 1 ഇലക്ട്രോണേ ഉള്ളൂ. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ
17 അതായത് 2,8,7 ക്ലോറിൻ. ഹൈഡ്രജൻ്റെ ആഗ്രഹം എന്താണ്? 8 ഇലക്ട്രോൺ കിട്ടണമെന്നാണോ? അല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഹൈഡ്രജനും ഹീലിയത്തിനൊക്കെ 2 ഇലക്ട്രോൺ മതി. അപ്പോൾ ഹൈഡ്രജൻ്റെ ആഗ്രഹം 2 എണ്ണം ആകണമെന്നാണ്, അതായത് 1 ഇലക്ട്രോൺ കൂടി വേണം. ക്ലോറിൻ്റെ ആഗ്രഹം 8 എണ്ണം ആകണമെന്നാണ്, അതായത് 1 ഇലക്ട്രോൺ കൂടി വേണം. 2 പേർക്കും ഓരോ ഇലക്ട്രോൺ കൂടി വേണം. അപ്പോൾ എന്ത് ചെയ്യാം? 2 പേരും ഇലക്ട്രോൺ വാങ്ങാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഹൈഡ്രജൻ്റെ ഈ 1 ഇലക്ട്രോൺ ഇങ്ങോട്ട് പങ്കുവയ്ക്കാം, ഷെയർ ചെയ്യാം. ക്ലോറിൻ്റെ ഈ 1 ഇലക്ട്രോൺ ഇങ്ങോട്ട് പങ്കുവയ്ക്കാം, ഷെയർ ചെയ്യാം. അപ്പോൾ 2 പേരുടെയും പ്രശ്നം തീർന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ വരയ്ക്കാം. ഞാനിപ്പോൾ ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്ന മോഡലിൽ വരയ്ക്കാം. ഇതേപോലത്തെ പടം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ അവസാനം വരച്ചിരിക്കുന്നതാണ്. ഈ സ്റ്റെപ്പുകൾ കൂടെ ഞാൻ കാണിക്കാം. ആദ്യമേ ഹൈഡ്രജൻ വരയ്ക്കാം. ഹൈഡ്രജൻ്റെ അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ, അതാണിത്. ക്ലോറിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7 ഇലക്ട്രോണാണ് വരയ്ക്കേണ്ടത്. പങ്കുവെക്കേണ്ട, അതായത് ഷെയർ ചെയ്യേണ്ട ഇലക്ട്രോണാണ് ഈ വെച്ചിരിക്കുന്നത്. ബാക്കി 6 എണ്ണം വരയ്ക്കാം. ഇനി ഒരു പ്ലസ് ഇടുക, അതായത് ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇനിയാണ് നമ്മൾ പടം വരയ്ക്കേണ്ടത്. HCl നേരത്തെ പോലെ തന്നെ പങ്കുവെക്കേണ്ട ഇലക്ട്രോൺസാണ് ഈ ഫ്രണ്ടിൽ വരച്ചിരിക്കുന്നത്. ഹൈഡ്രജന് വേറെ ഇലക്ട്രോണൊന്നുമില്ല, ക്ലോറിന് 7 എണ്ണം, മൊത്തത്തിൽ 7 എണ്ണം. ഇനിയോ ഹൈഡ്രജന് 2 എണ്ണം ആകാൻ ഈ 1 ഇലക്ട്രോണിനെ കൂടി എടുത്താൽ മതി. അപ്പോൾ ശരിയായി. ക്ലോറിന് 8 എണ്ണം ആകാൻ ഈ 1 ഇലക്ട്രോണിനെ കൂടി എടുത്താൽ മതി. ഇനി ഇത് വരച്ചാൽ ഇവിടെ സിംഗിൾ ബോണ്ട് അല്ലേ, ഏകബന്ധനമാണുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഇതുപോലെ തന്നെ CCl4 എങ്ങനെ വരയ്ക്കാം എന്നതാണ്. CCl4 എന്ന് പറഞ്ഞാൽ 4 ക്ലോറിനും 1 കാർബണുമാണുള്ളത്. ഇതിനെ കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്നാണ് പറയുക. ടെട്ര എന്ന് പറഞ്ഞാൽ 4 എന്നാണ് അർത്ഥം, അതായത് കാർബണും 4 ക്ലോറിനും, അതാണ് കാർബൺ ടെട്രാ ക്ലോറൈഡ്. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് വിന്യാസം 2,4 അതായത് കാർബണിന് എത്ര ഇലക്ട്രോൺ കൂടി വേണം? 4 എണ്ണം കൂടി വേണം അല്ലേ. ക്ലോറിനോ 2,8,7 അതായത് 1 എണ്ണം കൂടി മതി. കാർബണിന് 4 ഇലക്ട്രോൺ കിട്ടണം, ക്ലോറിന് 1 ഇലക്ട്രോൺ കിട്ടിയാൽ മതി. 2 പേരും ഇലക്ട്രോൺ വാങ്ങാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ കൊവാലൻ്റ് ബോണ്ടിങ് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനമാണ് ഉപയോഗിക്കുന്നത്. ഈ ക്ലോറിന് 1 ഇലക്ട്രോണാണ് ആവശ്യം. എത്ര ഇലക്ട്രോണാണ് ഒരാൾക്ക് ആവശ്യം, അത്രയും ഇലക്ട്രോൺ തന്നെയാണ് അയാൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ പങ്കുവയ്ക്കുക. ക്ലോറിന് 1 എണ്ണം മതി, അതുകൊണ്ട് ക്ലോറിൻ കാർബണിന് എത്ര എണ്ണേ ഷെയർ ചെയ്യുള്ളൂ, പങ്കുവയ്ക്കുകയുള്ളൂ? 1 എണ്ണം. അതായത് കാർബണിന് 4 ഇലക്ട്രോൺ കിട്ടണമെങ്കിൽ ഇതുപോലത്തെ എത്ര ക്ലോറിൻ വേണം? 4 ക്ലോറിൻ. അതുകൊണ്ടാണ് CCl4 ഉണ്ടായത്. കാർബൺ ഓരോ ക്ലോറിനും ഓരോ ഇലക്ട്രോൺ വീതം പങ്കുവയ്ക്കും. അപ്പോൾ ഓരോ ക്ലോറിൻ്റെയും അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണായി മാറും. അതോടെ അവരുടെ പ്രശ്നം തീർന്നു. ഇനി ഓരോ ക്ലോറിനും കാർബണിന് ഓരോ ഇലക്ട്രോൺ വീതം ഷെയർ ചെയ്യും. അപ്പോൾ കാർബണിന് മൊത്തത്തിൽ 4 ഇലക്ട്രോൺ കിട്ടുമല്ലോ, അതായത് അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ തികയും. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പടം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായി പേജ് നമ്പർ 33 ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഈ CCl4ൻ്റെ ക്വസ്റ്റ്യൻസ് ആണിത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കാർബണിന് ഒക്ടറ്റ് അഥവാ അഷ്ടകം പൂർത്തിയാക്കാൻ എത്ര ഇലക്ട്രോൺ വേണം എന്ന് പറഞ്ഞാൽ കാർബണിന് അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ തികയാൻ എത്ര ഇലക്ട്രോൺ കൂടി ഇനി വേണമെന്നാണ് ചോദിച്ചത്. എത്ര എണ്ണമാണ്? 4 എണ്ണം കൂടി വേണം. അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ ക്ലോറിന് എത്ര എണ്ണം വേണമെന്നാണ് ചോദിച്ചത്. 1 എണ്ണം. തൊട്ടടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: അങ്ങനെയാണെങ്കിൽ എത്ര ക്ലോറിൻ ആറ്റം ഇതിൽ ആവശ്യമുണ്ട്? എത്ര എണ്ണമാണ്? 4 എണ്ണം. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: അങ്ങനെയാണെങ്കിൽ എന്ത് തരം കെമിക്കൽ ബോണ്ടിങ്, രാസബന്ധനമാണ് ഇവിടെ നടക്കുക? ഏതാണ്? കൊവാലൻ്റ് ബോണ്ട് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനം. കാർബൺ 4 ക്ലോറിൻ ഇങ്ങനെ വരയ്ക്കാം. കാർബണിന് അവസാനത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണുള്ളത്. ആ 4 എണ്ണം വരയ്ക്കാം. കാർബൺ ഓരോ ക്ലോറിനും ഓരോ ഇലക്ട്രോൺ വീതമല്ലേ ഷെയർ ചെയ്യുന്നത്, അതായത് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് കാർബണിൻ്റെ 4 ഇലക്ട്രോണിനെ നമുക്ക് ഓരോ ക്ലോറിനും ഫേസ് ടു ഫേസ്, മുഖാഭിമുഖമായിട്ട് വയ്ക്കാം. ഇനി ഓരോ ക്ലോറിനുമോ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. എത്ര എണ്ണമാണ് പങ്കുവയ്ക്കുന്നത്? ഓരോന്ന് വീതം. അത് കാർബണിൻ്റെ നേരെ വയ്ക്കാം.
ബാക്കി ഓരോ ക്ലോറിനിലും 6 ഉണ്ടല്ലേ, അതും വച്ചേക്കാം. ഇനി കാർബണിന് ഇവിടെ 4 ഇലക്ട്രോൺ ആണുള്ളത്, 4 കൂടി വേണം. അപ്പോൾ ദേ ഈ 4 അങ്ങോട്ട് എടുക്കാം. ഇപ്പോൾ 8 ആയല്ലോ മൊത്തം. ക്ലോറിന് ഇവിടെ 7 ആണുള്ളത്, 1 കൂടി വേണം. അപ്പോൾ ദേ ഇതെടുക്കാം. ഈ ക്ലോറിനോ 1 കൂടി വേണം, അപ്പോൾ ഇതെടുക്കാം. ഈ ക്ലോറിന് ഇതെടുക്കാം, ഈ ക്ലോറിന് ഇതെടുക്കാം. ഇങ്ങനെയാണ് CCl4 ഉണ്ടാകുന്നത്. ഇത് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് പോലെ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഈ പടമാണ് നമ്മളിപ്പോൾ വരച്ചത്. ഇനി ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ കാർബൺ വരയ്ക്കുക. കാർബണിൻ്റെ 4 ഇലക്ട്രോൺ നേരത്തെ പോലെ 4 വശത്തും വരച്ചു. ഒരു ക്ലോറിൻ വരയ്ക്കുക. ക്ലോറിനും നമ്മൾ നേരത്തെ പോലെ തന്നെ വരച്ചു. ഇതേപോലത്തെ 4 ക്ലോറിൻ ചേരുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. ഇവിടെ കാർബൺ ഈ ക്ലോറിനുമായി 1 ഇലക്ട്രോൺ അല്ലേ പങ്കുവയ്ക്കുന്നത്, ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏകബന്ധനം, സിംഗിൾ ബോണ്ടാണ്. ഇവിടെയും സിംഗിൾ ബോണ്ടാണ്, ഇവിടെയും സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ CCl4ൽ 4 സിംഗിൾ ബോണ്ടുകൾ, അതായത് 4 ഏകബന്ധനങ്ങളാണ് ഉള്ളത്. ഇതുപോലെ CH4, HF, H2O ഒക്കെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇനി വരയ്ക്കുന്നത്. CH4 ആദ്യം വരയ്ക്കാം. കാർബൺ 4 ഹൈഡ്രജൻ. കാർബണിൻ്റെത് 2,4 ഹൈഡ്രജൻ്റെ 1 ആണ്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു കാർബണിന് 4 ഇലക്ട്രോൺ കിട്ടണമെന്നാണ് ആഗ്രഹം, ഹൈഡ്രജന് 1 ഇലക്ട്രോൺ കിട്ടണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 4 ഹൈഡ്രജനെ കൊണ്ടുവരും. ഇതേപോലെ തന്നെയാണ് പടം വരുന്നത്. കാർബൺ 4 ഹൈഡ്രജൻ. കാർബണിന് എത്ര ഇലക്ട്രോൺ വരയ്ക്കണം? 4. അത് ഓരോ ഹൈഡ്രജൻ്റെയും നേരെ ഓരോന്ന് വയ്ക്കാം. ഹൈഡ്രജന് എത്ര ഇലക്ട്രോൺ? 1 ഇലക്ട്രോൺ. അത് കാർബണിൻ്റെ നേരെ വയ്ക്കാം. ഈ ഹൈഡ്രജൻ്റെ 1 ഇലക്ട്രോൺ കാർബണിന് നേരെ വയ്ക്കാം. അങ്ങനെ ഓരോന്നും വെച്ചു. ഇനി കാർബണിന് മൊത്തം 8 ഇലക്ട്രോൺ ആക്കണം. ദേ ഇപ്പോൾ കാർബണിന് 8 ആയല്ലോ. ഇനി ഹൈഡ്രജനോ 2 ആകണം. ദേ ഇപ്പോൾ ആയല്ലോ. ഓരോന്നും വരയ്ക്കാം. അപ്പോൾ ഇവിടെ സിംഗിൾ ബോണ്ടുകൾ, ഏകബന്ധനങ്ങൾ തന്നെയാണ്. 4 ബോണ്ടുകൾ, 4 ഏകബന്ധനങ്ങളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? HF, ഹൈഡ്രജനും ഫ്ലൂറിനും. ഹൈഡ്രജൻ്റെ വിന്യാസം, അതായത് കോൺഫിഗറേഷൻ 1 എന്നാണ്. ഫ്ലൂറിൻ 2,7. ഹൈഡ്രജന് 1 ഇലക്ട്രോൺ കിട്ടണമെന്നാണ് ആഗ്രഹം, ഫ്ലൂറിന് 1 ഇലക്ട്രോൺ കിട്ടണമെന്നാണ് ആഗ്രഹം. അപ്പോൾ വരയ്ക്കാം. ഹൈഡ്രജൻ്റെ ആ 1 ഇലക്ട്രോണിനെയാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത്. ഫ്ലൂറിൻ്റെ 7 ഇലക്ട്രോണിൽ 1 ഇവിടെ വയ്ക്കാം, ബാക്കി 6 ഇങ്ങനെ വയ്ക്കാം. ഹൈഡ്രജൻ ഇപ്പോൾ 2 ഇലക്ട്രോൺ ആയല്ലോ, ഫ്ലൂറിന് ഇപ്പോൾ 8 ഇലക്ട്രോൺ ആയല്ലോ. അപ്പോൾ എന്ത് ബോണ്ടാണ്? സിംഗിൾ ബോണ്ട്, ഏകബന്ധനം. അടുത്തത് H2O വരയ്ക്കാം. ഹൈഡ്രജൻ 2 പിന്നെ ഒരു ഓക്സിജനും. ഹൈഡ്രജന് 1 ഇലക്ട്രോൺ കൂടി മതി, ഓക്സിജനോ 2,6 ആണ്. അപ്പോൾ 2 ഇലക്ട്രോൺ കൂടി വേണം അല്ലേ ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഒരു ഹൈഡ്രജനെ കൂടെ കൊണ്ടുവരണം, അതാണ് H2 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വരയ്ക്കാം? ഹൈഡ്രജൻ്റെ ആകെയുള്ള 1 ഇലക്ട്രോൺ ഇവിടെ വയ്ക്കാം, ഈ ഹൈഡ്രജൻ്റെയും ഇവിടെ വയ്ക്കാം. ഓക്സിജൻ്റെ 6 ഇലക്ട്രോൺ വരയ്ക്കണം. ഈ ഹൈഡ്രജനുമായി 1 ഇലക്ട്രോൺ ആണ് പങ്കുവയ്ക്കുന്നത്, ഷെയർ ചെയ്യുന്നത്, അതാണ് ഈ വരച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെയും ഈ ഹൈഡ്രജനുമായി പങ്കുവയ്ക്കുന്നത്. ബാക്കിയുള്ള 4 ഇലക്ട്രോൺ ഇങ്ങനെ വരയ്ക്കാം. ഇനി ഈ ഹൈഡ്രജൻ ഇപ്പോൾ 2 ഇലക്ട്രോൺ ആയി, ഈ ഹൈഡ്രജൻ ഇപ്പോൾ 2 ഇലക്ട്രോൺ ആയി. ഓക്സിജനോ ഇതെല്ലാം എടുക്കുകയാണെങ്കിൽ 2, 4, 6, 8 ഇലക്ട്രോൺ ആയി. അപ്പോൾ ഇതൊരു ഏകബന്ധനം, സിംഗിൾ ബോണ്ട്. ഇതും ഒരു ഏകബന്ധനം, സിംഗിൾ ബോണ്ട്. H2O എന്ന് പറഞ്ഞാൽ ജലം, അതായത് വെള്ളമാണല്ലേ. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കാതെ ഈ ഷേപ്പിൽ വരച്ചതെന്ന് പറഞ്ഞാൽ H2Oൻ്റെ മോളിക്യൂൾ തന്മാത്ര ശരിക്കും ഇങ്ങനെ ഒരു വളഞ്ഞ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ നോക്കുന്ന ടോപ്പിക് ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ HClൻ്റെ ഇപ്പോൾ വരച്ചല്ലേ, അത് വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹൈഡ്രജനും ക്ലോറിനുമാണ് HCl എന്ന് പറഞ്ഞാൽ. ഹൈഡ്രജൻ 1 ഇലക്ട്രോണിനെയും ക്ലോറിൻ 1 ഇലക്ട്രോണിനെയുമാണ് ഷെയർ ചെയ്യുക, അതായത് പങ്കുവയ്ക്കുക. ഇതിൻ്റെ പുറത്തുള്ള ഇലക്ട്രോൺസ് തൽക്കാലം ഞാൻ വരയ്ക്കുന്നില്ല. ഈ ഷെയർ ചെയ്ത ഇലക്ട്രോൺസിനെ നടുക്കാണ് വെക്കുന്നതെന്ന് വിചാരിച്ചോ. അതായത് ഞാൻ ഈ പടത്തിന് തന്നെ ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. അതായത് രണ്ടുപേരും പങ്കുവെച്ച ഇലക്ട്രോൺസ് ഇപ്പോൾ നടുക്ക് വരച്ചെന്നേ ഉള്ളൂ. ക്ലോറിന് ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്ലോറിൻ ഈ ഷെയർ ചെയ്തിരിക്കുന്ന, അതായത് പങ്കുവച്ചിരിക്കുന്ന ഇലക്ട്രോണുകളെ
തന്നിലേക്ക് അടുപ്പിക്കും. അപ്പോൾ ഈ പടം എങ്ങനെയായി മാറും? ഇങ്ങനെയായി മാറും അല്ലേ? ഇപ്പോൾ ഹൈഡ്രജനും ഈ ഇലക്ട്രോൺസ് കിട്ടും, ക്ലോറിനും ഈ ഇലക്ട്രോൺസ് കിട്ടും. അങ്ങനെയാണല്ലോ പങ്കുവയ്ക്കുന്നത്. അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ക്ലോറിൻ്റെ അടുത്തേക്ക് ഈ ഇലക്ട്രോൺസ് വരും, അതായത് ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. ഇങ്ങനെ പങ്കുവച്ച, അതായത് ഷെയർ ചെയ്ത ഇലക്ട്രോണുകളെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരാളുടെ കഴിവിനെയാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുക. ക്ലോറിൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ് ഹൈഡ്രജനേക്കാൾ. അതുകൊണ്ടാണ് ക്ലോറിനിലേക്ക് അടുത്തത്. മൂലകങ്ങളുടെ, അതായത് എലമെൻസിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അളക്കാനായി പല അളവുകൾ, അതായത് പല സ്കെയിലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം ആണ് ലിനസ് പോളിംഗ് എന്ന ശാസ്ത്രജ്ഞൻ കൊണ്ടുവന്ന പോളിംഗ് സ്കെയിൽ. ഇതിനെ പോളിംഗ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ എന്നാണ് പറയുന്നത്. അതാണ് ഈ പടത്തിൽ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ HCl അല്ലേ പറഞ്ഞത്. ഈ സ്കെയിലിൽ ഹൈഡ്രജൻ്റെ വാല്യൂ എത്രയാണ്? 2.20. ഇനി ക്ലോറിൻ്റെ എത്രയാണ്? 3.16. അപ്പോൾ ആർക്കാണ് കൂടുതൽ? ക്ലോറിന്. അതുകൊണ്ടാണ് ക്ലോറിൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലെന്ന് പറഞ്ഞത്. ഈ സ്കെയിലിലെ നമ്പറുകൾ വരുന്നത് 0 തൊട്ട് 4 വരെയാണ്. അതായത് ഏറ്റവും കുറവ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ളവരുടെ വാല്യൂ, അതായത് നമ്പർ എന്ന് പറഞ്ഞാൽ 0-നടുത്തും ഏറ്റവും കൂടുതലുള്ളവരുടേത് 4-നടുത്തുമാണ് വരിക. ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ള ആൾ ഫ്ലൂറിനാണ് കേട്ടോ. ഫ്ലൂറിൻ്റെത് 3.98 ആണ്, അതായത് 4-ന് തൊട്ടടുത്താണ്. NaCl എന്ത് ബോണ്ടായിരുന്നു? അയോണിക് ബോണ്ട്, അതായത് അയോണിക ബന്ധനം. O2O സഹസംയോജക ബന്ധനം, അതായത് കൊവാലൻ്റ് ബോണ്ട്. അങ്ങനെയാണെങ്കിൽ CH4 അല്ലെങ്കിൽ MgCl2 ഒക്കെ എങ്ങനെയാണ്? അയോണിക് ബോണ്ടാണോ കൊവാലൻ്റ് ബോണ്ടാണോ? അതായത് അയോണിക ബന്ധനമാണോ സഹസംയോജക ബന്ധനമാണോ? അത് വരച്ച് നോക്കാതെ തന്നെ നമുക്ക് കണ്ടെത്താനായി പറ്റും. അതാണ് ഇനി പഠിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റിലെ ഈ ബോക്സിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യാം. കാർബൺ മോണോക്സൈഡ്, അപ്പോൾ അതിൽ ആരൊക്കെയാണ് ഉള്ളത്? കാർബണും ഓക്സിജനും. ഇനി നമ്മൾ നോക്കേണ്ടത് പോളിംഗ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിലിൽ കാർബണിൻ്റെ വാല്യൂവും ഓക്സിജൻ്റെ വാല്യൂവുമാണ്. നോക്കിക്കേ, കാർബണിൻ്റെത് 2.55, ഓക്സിജൻ്റെത് 3.44. ഇനി ചെയ്യേണ്ടത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 3.44 മൈനസ് 2.55. അപ്പോൾ ഉത്തരം 0.89 എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന ഉത്തരം 1.7-നേക്കാൾ ചെറുതാണെങ്കിൽ അത് സഹസംയോജക ബന്ധനം, കൊവാലൻ്റ് ബോണ്ടാണ്. ഇനി 1.7-ന് തുല്യമാണെങ്കിലോ, അതായത് 1.7 ആണ് കിട്ടുന്നതെങ്കിലോ, അതോ അതിൽ കൂടുതലാണ് കിട്ടുന്നതെങ്കിലോ, അതായത് 1.8, 1.9 അങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ അയോണിക് ബോണ്ട്, അയോണിക ബന്ധനമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കാം. NaCl സോഡിയം ക്ലോറൈഡ്. സോഡിയത്തിൻ്റെത് 0.93, ക്ലോറിൻ്റെത് 3.16. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. കുറയ്ക്കുമ്പോൾ ഇവിടെ മൈനസ് ആണ്. കുറയ്ക്കുമ്പോൾ 2.23 എന്നാണ് കിട്ടുക. ഇത് 1.7-നേക്കാൾ വലുതാണല്ലോ. അപ്പോൾ ഏത് ബോണ്ടാണ്? അയോണിക് ബോണ്ട്, അയോണിക ബന്ധനമാണ്. അടുത്തത് CH4, അതായത് മീഥൈനാണ്. കാർബണിൻ്റെ തന്നിരിക്കുന്നത് 2.55 ആണ്. ഹൈഡ്രജൻ്റെത് 2.20 ആണ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. CH4-ൽ 4 ഹൈഡ്രജൻ ഉണ്ടെന്ന് വെച്ച് ഇവിടെ × 4 ചെയ്യേണ്ട കേട്ടോ. ഒരു ഹൈഡ്രജൻ്റെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ 0.35 എന്നാണ് കിട്ടുക. ഇത് 1.7-നേക്കാളും ചെറുതാണ്. അപ്പോൾ ഇത് കൊവാലൻ്റ്, അതായത് സഹസംയോജക ബന്ധനമാണ്. അടുത്തത് MgCl2. മഗ്നീഷ്യത്തിൻ്റെത് 1.31 ആണ്. ക്ലോറിൻ്റെത് 3.16 ആണ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ ആൻസർ 1.85 എന്നാണ് കിട്ടുക. 1.7-നേക്കാൾ വലുതല്ലേ 1.85. അപ്പോൾ എന്താണ്? അയോണിക് ബോണ്ട്, അയോണിക ബന്ധനമാണ്. അടുത്തത് Na2O. സോഡിയത്തിൻ്റെത് 0.93 ആണ്. ഓക്സിജൻ്റെത് 3.44. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ 2.51 എന്നാണ് കിട്ടുക. ഇത് 1.7-നേക്കാൾ വലുതാണല്ലോ. 1.0-നേക്കാൾ വലുതല്ലേ 2 എന്ന് പറയുന്നത്. അപ്പോൾ അയോണിക് ബോണ്ട്, അതായത് അയോണിക ബന്ധനമാണ് കിട്ടുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് പോളാർ സ്വഭാവം, അതായത് പോളാർ നേച്ചർ എന്ന ടോപ്പിക്കാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൻ്റെ ബാക്കിയാണ്. നമ്മളിവിടെ കണ്ടായിരുന്നു ക്ലോറിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് ഹൈഡ്രജനും ക്ലോറിനും പങ്കുവച്ച ആ 2 ഇലക്ട്രോണുകൾ ആരുടെ അടുത്തേക്ക് പോകും?
ക്ലോറിൻ്റെ അടുത്തേക്ക് പോകും. ഇവിടെ ഒരു ജോഡി ഇലക്ട്രോണുകളെയല്ലേ ഷെയർ ചെയ്യുന്നത്, പങ്കുവെക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇത് എന്ത് ബോണ്ടാണ്, എന്ത് ബന്ധനമാണ്? ഏകബന്ധനം, അതായത് സിംഗിൾ ബോണ്ട്. ഇലക്ട്രോണിനെ വാങ്ങുന്ന ആൾക്ക് എന്ത് ചാർജ് ആയിരുന്നു? നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആൾക്കാണ് പോസിറ്റീവ് ചാർജ്. ഇവിടെ ക്ലോറിൻ ഇലക്ട്രോണിനെ വാങ്ങിയോ? ഇല്ല. പക്ഷേ ഇലക്ട്രോണിനെ വാങ്ങിയതുപോലെ തന്നെയായല്ലേ. അതായത് ഇത് ഹൈഡ്രജനും കൂടി ഇപ്പോഴും ഈ 2 ഇലക്ട്രോണും അവകാശപ്പെട്ടതാണ്. എങ്കിലും ക്ലോറിൻ ഈ ഇലക്ട്രോണിനെ വാങ്ങിയ പോലെ തന്നെ ഇത് ക്ലോറിൻ്റെ അടുത്തേക്ക് വന്നു. ഇലക്ട്രോൺ വാങ്ങുമ്പോൾ നെഗറ്റീവ് ചാർജ് അല്ലേ, അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലോറിന് പകുതി നെഗറ്റീവ് ചാർജ്, അതായത് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ആണ് കിട്ടുക. അതിനെയാണ് നമ്മൾ ഈ സിമ്പൽ ഉപയോഗിച്ച് കാണിക്കുന്നത്, പകുതി എന്ന് കാണിക്കാൻ. ഇതിനെയാണ് ഡെൽറ്റ എന്ന് പറയുക. അപ്പോൾ ഇതെന്താണ്? ഡെൽറ്റ നെഗറ്റീവ് ചാർജാണ് ക്ലോറിന് കിട്ടുക. സിമ്പൽ എന്താണ്? ഇങ്ങനെയാണ് സിമ്പൽ ഇരിക്കുന്നത്. ഇനി ഹൈഡ്രജൻ ഈ 2 ഇലക്ട്രോണുകളെ കൊടുത്തോ? ഇല്ല. പക്ഷെ കൊടുത്ത പോലെ തന്നെ ആയില്ലേ. കാരണം എന്താ? ഇത് ഹൈഡ്രജൻ്റെ അടുത്ത് നിന്ന് അകന്നു പോയി. ഇപ്പോഴും ഈ 2 ഇലക്ട്രോൺ ഹൈഡ്രജനും ക്ലോറിനും അവകാശപ്പെട്ടതാണെങ്കിലും ഹൈഡ്രജൻ്റെ അടുത്ത് നിന്ന് ഇത് അകന്നു പോയത് കാരണം ഹൈഡ്രജന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതുപോലെ തന്നെയായി. അപ്പോൾ ഇതിന് പകുതി പോസിറ്റീവ് ചാർജ്, അതായത് ഡെൽറ്റ പോസിറ്റീവാണ് കിട്ടുന്നത്. ഇതുപോലെയുള്ള കോമ്പൗണ്ടുകളെ, അതായത് സംയുക്തങ്ങളെയാണ് പോളാർ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ പോളാർ സംയുക്തങ്ങൾ എന്ന് പറയാം. അതായത് അവയുടെ പ്രത്യേകത എന്താണ്? അവരിൽ ഇലക്ട്രോൺ പങ്കുവയ്ക്കൽ, ഇലക്ട്രോൺ ഷെയർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിലും ആ ഇലക്ട്രോൺസ് ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ അടുത്തേക്ക് നീങ്ങിപ്പോകും. വെള്ളം, അതായത് H2O, അതുപോലെ അമോണിയ, അതായത് NH3 തുടങ്ങിയവരൊക്കെ ഇതുപോലെ തന്നെ പോളാർ സംയുക്തങ്ങളാണ്, അതായത് പോളാർ കോമ്പൗണ്ട്സ് ആണ്. ഇനി നമുക്ക് അയോണിക് കോമ്പൗണ്ട്സിൻ്റെയും കോവാലൻ കോമ്പൗണ്ട്സിൻ്റെയും, അതായത് അയോണിക സംയുക്തങ്ങളുടെയും സഹസംയോജക സംയുക്തങ്ങളുടെയും ചില പ്രത്യേകതകൾ നോക്കാം. അതാണ് പേജ് നമ്പർ 36 ഈ ബോക്സ്. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മൾ അയോണിക് കോമ്പൗണ്ട്സ്, അതായത് അയോണിക സംയുക്തങ്ങൾ മാത്രമാണ് നോക്കുന്നത്. സാധാരണ അയോണിക് കോമ്പൗണ്ട്സ്, സാധാരണ ഇവ കാണപ്പെടുന്നത് സോളിഡായിട്ടാണ്. ഇപ്പോൾ NaCl, അതായത് ഉപ്പ് അയോണിക സംയുക്തമല്ലേ, അയോണിക് കോമ്പൗണ്ട് അല്ലേ. ആലോചിച്ച് നോക്കിയാൽ ഉപ്പ് എന്താണ്? ഒരു സോളിഡാണ്, അതായത് ഖരമാണ്. ജനറലി സോളിബിൾ ഇൻ വാട്ടർ, അതായത് വെള്ളത്തിൽ അലിയുന്നു. ഉപ്പ് വെള്ളത്തിൽ അലിയുന്നതല്ലേ, അതുപോലെ. ഇനി അടുത്തത് വൈദ്യുതി കടത്തിവിടുന്നു. കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ഇൻ അക്വസ് ആൻഡ് മോൾട്ടൺ സ്റ്റേറ്റ്സ്. അക്വസ് എന്ന് പറഞ്ഞാൽ വെള്ളം പോലെയുള്ള അവസ്ഥയിലും മോൾട്ടൺ എന്ന് പറഞ്ഞാൽ ഉരുകിയ അവസ്ഥയിലുമാണ്. ഉദാഹരണത്തിന് ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ച് ഉപ്പെടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിലൂടെ കറണ്ട് കടത്തിവിടാനായിട്ട് പറ്റും. അടുത്തത് ദ്രവണാങ്കം, അതായത് മെൽറ്റിംഗ് പോയിൻറ്റും തിളനില, അതായത് ബോയിലിംഗ് പോയിൻറ്റും ഉയർന്നതാണ്. എന്താണ് ബോയിലിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ തിളനില എന്ന് പറഞ്ഞു തരാം. ഒരു എക്സാമ്പിൾ പറയാം. വെള്ളം തിളച്ച് ആവിയാകുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ തിളനില എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലിക്വിഡ് ഗ്യാസായി മാറണമെങ്കിൽ, അതായത് ഒരു ദ്രാവകം വാതകമായി മാറണമെങ്കിൽ എത്ര ചൂട് കൊടുക്കണം എന്നതാണ്. അയോണിക സംയുക്തത്തിന് ഒരുപാട് ചൂട് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അതെന്തായി മാറുകയുള്ളൂ? ലിക്വിഡിൽ നിന്ന് ഗ്യാസായി മാറുകയുള്ളൂ, ദ്രാവകത്തിൽ നിന്ന് വാതകമായി മാറുകയുള്ളൂ. അതുപോലെ മെൽറ്റിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ ഐസ് ഉരുകി വെള്ളമാകണമെങ്കിൽ എത്ര ചൂട് കൊടുക്കണം, അതുപോലെ ഒരു സോളിഡ് ലിക്വിഡായി മാറണമെങ്കിൽ എത്ര ചൂട് കൊടുക്കണം എന്നതാണ്. അതായത് ഒരു ഖരം ദ്രാവകമായി മാറണമെങ്കിൽ എത്ര ചൂട് കൊടുക്കണം. ഇനി നമുക്ക് കൊവാലന്റ് കോമ്പൗണ്ട്സ്, അതായത് സഹസംയോജക സംയുക്തങ്ങൾ നോക്കാം. ഇത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അതായത് ഖരം, ദ്രാവകം, വാതകമായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് സാധാരണ വെള്ളത്തിൽ അലിയുന്നവരല്ല. അതാണ് ഇൻസോളിബിൾ ഇൻ വാട്ടർ എന്ന് എഴുതിയിരിക്കുന്നത്. പകരം ഇത് എന്തിലാണ് അലിയുന്നത്? മണ്ണെണ്ണ, കെറസിൻ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയാണ്, പിന്നെ CCl4, ബെൻസീൻ തുടങ്ങിയവ. ബെൻസീൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അത് സാരമില്ല, അത് 10ാം ക്ലാസ്സിലാണ് സാധാരണ പഠിക്കുന്നത്. പിന്നെ ഇതിലൂടെ കറണ്ട് കടത്തിവിടാൻ പറ്റില്ല. അതുപോലെ അവരുടെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും, അതായത് ദ്രവണാങ്കവും തിളനിലയും കുറഞ്ഞതായിരിക്കും. അതായത് ഇവർക്ക് കുറച്ച് ചൂട് കൊടുക്കുമ്പോൾ തന്നെ ഇവർ ഉരുകും, അതുപോലെ തന്നെ ആവിയായിട്ടൊക്കെ പോകും. ഇനി നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് വാലൻസി അല്ലെങ്കിൽ സംയോജകത. ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം. സോഡിയം ക്ലോറൈഡ് നമ്മൾ വരച്ചായിരുന്നല്ലേ. 2, 8, 1 സോഡിയം, 2, 8, 7 ക്ലോറിൻ.
സോഡിയം ഒരു ഇലക്ട്രോണിനെയാണ് ക്ലോറിന് കൊടുക്കുന്നത്. എത്ര ഇലക്ട്രോണിനെയാണ് കൊടുക്കുന്നത് അതാണ് സോഡിയത്തിൻ്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത. അപ്പോൾ ഇവിടെ എത്രയാണ്? വാലൻസി എന്ന് പറഞ്ഞാൽ 1 ആണ്, സംയോജകത എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി ഇലക്ട്രോൺ വാങ്ങിക്കുന്ന ആളുകളുടെ കാര്യം നോക്കാം. എത്ര ഇലക്ട്രോൺ ആണ് വാങ്ങിക്കുന്നത്? 1 ഇലക്ട്രോൺ. അപ്പോൾ ക്ലോറിൻ്റെ സംയോജകത അല്ലെങ്കിൽ വാലൻസി 1 തന്നെയാണ്. അതായത് എത്ര ഇലക്ട്രോൺ കൊടുക്കുന്നു അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ വാങ്ങിക്കുന്നു എന്നുള്ളതാണ് വാലൻസി അല്ലെങ്കിൽ സംയോജകത. അപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡ് നോക്കാം. മഗ്നീഷ്യം 2 ഇലക്ട്രോൺ ആണ് ഓക്സിജന് കൊടുക്കുന്നത്. നമ്മളിത് ചെയ്തതായിരുന്നു. അപ്പോൾ 2 എണ്ണം കൊടുക്കുന്നത് കൊണ്ട് വാലൻസി അല്ലെങ്കിൽ സംയോജകത 2. ഇവിടെ ഓക്സിജൻ 2 എണ്ണം വാങ്ങുന്നത് കൊണ്ട് വാലൻസി അല്ലെങ്കിൽ സംയോജകത എത്രയാണ്? 2. അങ്ങനെയാണെങ്കിൽ MgCl2 നോക്കാം. ഇവിടെ 2 ക്ലോറിനുണ്ട്. അപ്പോൾ ഞാൻ MgCl എന്ന് എഴുതുവാണ്. മഗ്നീഷ്യം 2 ഇലക്ട്രോൺ ആണ് മൊത്തത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ എത്രയാണ് സംയോജകത അല്ലെങ്കിൽ വാലൻസി? 2. ഓരോ ക്ലോറിനും ഓരോ ഇലക്ട്രോൺ വീതമാണ് മഗ്നീഷ്യത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക. അപ്പോൾ ഈ ക്ലോറിൻ എത്ര ഇലക്ട്രോൺ വാങ്ങി? 1. അപ്പോൾ ഇതിൻ്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത 1 ആണ്. ഇതിൻ്റെയും 1 ആണ്. കൊടുക്കൽ വാങ്ങലിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കൊവാലൻ്റ് ബോണ്ടിങ്ങിലോ? നൈട്രജൻ 2 എണ്ണം ഉണ്ടല്ലേ ഇവിടെ. അപ്പോൾ ഈ നൈട്രജൻ എത്ര ഇലക്ട്രോണിനെയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ പങ്കുവയ്ക്കുന്നത്? 3 എണ്ണമാണല്ലേ. അപ്പോൾ ഇതിൻ്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത 3 ആണ്. ഈ നൈട്രജനോ? 3 എണ്ണം തന്നെ. അപ്പോൾ 3. ഇവിടെ HCl, ഇവിടെ ഹൈഡ്രജൻ 1 ഇലക്ട്രോണിനെയാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ 1. ക്ലോറിൻ 1 ഇലക്ട്രോണിനെയാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ 1. നമ്മൾ CCl4 നോക്കി. കാർബൺ മൊത്തത്തിൽ എത്ര ഇലക്ട്രോണിനെയാണ് പങ്കുവയ്ക്കുന്നത്? 1 2 3 4. അപ്പോൾ കാർബണിൻ്റെ എത്രയാണ്? 4. ഓരോ ക്ലോറിനും ഓരോ ഇലക്ട്രോണാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ക്ലോറിൻ്റെ എത്രയാണ്? 1. ഇനി സംയോജകത കണ്ടെത്താനായിട്ട് ഈസി ആയിട്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ വിന്യാസം 2,8,2 ആണ്. ഈ അവസാനത്തെ ഷെല്ലിലെ നമ്പർ 1 2 3 4. ഇതിലേതെങ്കിലും ഒരെണ്ണമാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ 2 അല്ലേ. അപ്പോൾ ഇത് തന്നെയായിരിക്കും അതിൻ്റെ സംയോജകത അല്ലെങ്കിൽ വാലൻസി. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ എത്രയാണ്? 2. മഗ്നീഷ്യത്തിൻ്റെ എപ്പോഴും 2 ആയിരിക്കും. ഉദാഹരണത്തിന് MgCl2 അല്ലെങ്കിൽ MgO അല്ലെങ്കിൽ MgBr2 ഒക്കെ എടുക്കാം. ഇവിടെയൊക്കെ മഗ്നീഷ്യത്തിൻ്റെ എത്രയായിരിക്കും? 2 ആയിരിക്കും. നമുക്ക് ഓക്സിജൻ നോക്കാം. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതായത് വിന്യാസം 2,6 ആണ്. ഞാൻ 1 2 3 4 ആണെങ്കിലാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. 5 6 7 8 ആണെങ്കിലോ? അവസാനം 5 6 7 8 ആണെങ്കിൽ ഈ നമ്പറിനെ 8ൽ നിന്ന് കുറയ്ക്കുക. അതായത് 8 - 6 എന്ന് പറയുമ്പോൾ 2 അല്ലേ. അപ്പോൾ ഓക്സിജൻ്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത എത്രയാണ്? 2. വേറൊരെണ്ണം നോക്കാം. ക്ലോറിൻ 2,8,7 ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 8 - 7 ചെയ്യുക. അതായത് 1 ആണ് വാലൻസി അല്ലെങ്കിൽ സംയോജകത. ഇതിൽ ഒരേ ഒരു കാര്യം കാണാതെ പഠിച്ചിരിക്കണം. ഹീലിയത്തിൻ്റെത് 0 ഹീലിയം നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ 0 അല്ല കിട്ടുക. ഇത് കാണാതെ അറിഞ്ഞിരിക്കണം. ഹീലിയത്തിൻ്റെ വാലൻസി 0, സംയോജകത 0. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നോബിൾ ഗ്യാസസ് അതായത് ഉത്കൃഷ്ടവാതകങ്ങളുടെയൊക്കെ സംയോജകത വാലൻസി 0 ആയിരിക്കും. ബാക്കിയുള്ള ഉത്കൃഷ്ടവാതകങ്ങൾ അതായത് നോബിൾ ഗ്യാസസ് ഒക്കെ നമ്മൾ ഇതേപോലെ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് ആൻസർ 0 ആണ് കിട്ടുക. പക്ഷേ ഹീലിയത്തിന് 0 അല്ല കിട്ടുക. അപ്പോൾ അതൊരെണ്ണം കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഫ്ലൂറിൻ്റെ എങ്ങനെയാണ് വരുന്നത്? ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. അതായത് 2,7 ആണിത്. അവസാനം 7 അല്ലേ വരുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? 8ൽ നിന്ന് കുറയ്ക്കുക. 8 - 7 എന്ന് പറയുമ്പോൾ 1 ആണ് വാലൻസി അല്ലെങ്കിൽ സംയോജകത. ഇനി നിയോൺ നോക്കാം. നിയോൺ 10 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ 2,8 ആണ്. അപ്പോൾ 8 - 8 ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുക. കണ്ടോ, നിയോൺ ഒരു നോബിൾ ഗ്യാസ് ആണ് അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകമാണ്. അപ്പോൾ 0 ആണ് വന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ പാഠത്തിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കായ രാസസൂത്രം അഥവാ കെമിക്കൽ ഫോർമുലയാണ്. അതെന്താണെന്ന് പറയാം. മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ MgO ആണ്. ഇനി കാൽഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ CaO ആണ്. പക്ഷേ അലുമിനിയം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ AlO അല്ല, Al2O3 ആണ്. അല്ലെങ്കിൽ സോഡിയം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ NaO അല്ല, Na2O ആണ്. അതുപോലെ
മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ MgCl2 ആണ്. പക്ഷേ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ NaCl2 അല്ല, NaCl ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പേര് തരികയാണ്, മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പോൾ ഇവിടെയൊക്കെ ഏത് നമ്പേഴ്സാണ് വരുന്നതെന്ന് എങ്ങനെ കണ്ടെത്താം? അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ രാസസൂത്രം അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുലയാണ്. ഇത് അലുമിനിയം ഓക്സൈഡിൻ്റെ രാസസൂത്രം അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുലയാണ്. കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതാം എന്നാണ് നമ്മളിനി നോക്കുന്നത്. അപ്പോൾ അലുമിനിയം ഓക്സൈഡ് എന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതിലാരൊക്കെ ഉണ്ടാകും? അലുമിനിയവും ഓക്സിജനും. അത് നമുക്ക് എഴുതാം. ഇനി അലുമിനിയത്തിൻ്റെ സംയോജകത അതായത് വാലൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അത് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. അലുമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13 ആണ്. അപ്പോൾ ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ വാലൻസി അല്ലെങ്കിൽ സംയോജകത നേരിട്ട് തന്നിട്ടുണ്ടായിരിക്കും. എന്താണെങ്കിലും നമുക്കിവിടെ അറ്റോമിക് നമ്പർ ഉപയോഗിച്ച് സംയോജകത അല്ലെങ്കിൽ വാലൻസി കണ്ടെത്താം. ഇതിൻ്റെ വിന്യാസം അതായത് കോൺഫിഗറേഷൻ 2,8,3 എന്നാണ് വരിക. അവസാനം 1, 2, 3, 4 ആണെങ്കിൽ ആ നമ്പർ തന്നെയാണ് വാലൻസി അല്ലെങ്കിൽ സംയോജകത. അപ്പോൾ അലുമിനിയത്തിൻ്റെ എത്രയാണ്? 3. അതാണ് നമ്മൾ ഓക്സിജൻ്റെ അടുത്ത് എഴുതേണ്ടത്. അപ്പോൾ അലുമിനിയത്തിൻ്റെ ഏതാണോ അത് ഇവിടെ എഴുതുക. ഓക്സിജൻ്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത എത്രയാണോ അത് ഇവിടെ എഴുതുക. ഓക്സിജൻ്റെ 2 ആണെന്ന് നമ്മളിപ്പോൾ ചെയ്തായിരുന്നു. വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്യാം. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ 2,6 എന്നാണ് വരിക. അവസാനത്തെ ഷെല്ലിൽ 5, 6, 7, 8 ഇതിലേതെങ്കിലും നമ്പർ ആണെങ്കിൽ 8ൽ നിന്ന് ആ നമ്പർ കുറയ്ക്കുക. 8 - 6 എന്ന് പറയുമ്പോൾ 2. അത് ഇവിടെ എഴുതുക. മനസ്സിലായോ? അപ്പോൾ Al2O3 ആണ് അലുമിനിയം ഓക്സൈഡ്. കണ്ടോ? അപ്പോൾ എങ്ങനെയാണ് കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രം എഴുതുക? വാലൻസി അല്ലെങ്കിൽ സംയോജകത ഓപ്പോസിറ്റ് ആയിട്ട് എഴുതുക. അങ്ങനെയാണെങ്കിൽ മഗ്നീഷ്യം ക്ലോറൈഡ് നോക്കാം. അതിൽ മഗ്നീഷ്യവും ക്ലോറിനും ഉണ്ടല്ലോ, അതെഴുതുക. മഗ്നീഷ്യത്തിൻ്റെ നമ്മൾ നോക്കിയായിരുന്നു 2 ആണ്. വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്യാം. മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12 ആണ്. 2,8,2 ആണ്. അപ്പോൾ 1, 2, 3, 4 ആണെങ്കിൽ അതേ നമ്പർ തന്നെയാണ്. അപ്പോൾ അത് ആരുടെ അടുത്താണ് എഴുതേണ്ടത്? ക്ലോറിൻ്റെ അടുത്ത്. ഇനി ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പോൾ 2,8,7 ഇവിടെ വലിയ നമ്പർ ആയതുകൊണ്ട് ഇവിടെ 7 ആയതുകൊണ്ട് 8 - 7 ചെയ്യാം, അതായത് 1. അപ്പോൾ അതിവിടെ എഴുതുക. 1 എന്നുള്ള നമ്പർ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ MgCl2 അതാണ് മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സോഡിയം ഓക്സൈഡ് നോക്കാം. സോഡിയം എഴുതുക, ഓക്സിജൻ എഴുതുക. സോഡിയത്തിൻ്റെത് 1 ആണ്, ഓക്സിജൻ്റെത് 2 ആണ്. നിങ്ങൾ സോഡിയത്തിൻ്റെ അറിയില്ലെങ്കിൽ തനിയെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 1 എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്താണ്? Na2O. അങ്ങനെയാണെങ്കിൽ നമുക്ക് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് നോക്കാം. മഗ്നീഷ്യവും ഓക്സിജനും ആണല്ലോ മഗ്നീഷ്യം ഓക്സൈഡിലുള്ളത്. മഗ്നീഷ്യത്തിൻ്റെത് 2 ആണ്, അതെവിടെ എഴുതുക. ഓക്സിജൻ്റെതും 2 തന്നെയാണ്. ഒരേ നമ്പറാണ് വരുന്നതെങ്കിൽ അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെന്താണ്? മഗ്നീഷ്യം ഓക്സൈഡാണ്. അതുപോലെ കാൽഷ്യം ഓക്സൈഡ് നോക്കാം. കാൽഷ്യവും ഓക്സിജനും എഴുതുക. കാൽഷ്യത്തിൻ്റെ 2 ആണ്, ഓക്സിജൻ്റെയും 2 ആണ്. ഒരേ നമ്പറാണെങ്കിൽ അത് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ CaO. ഇനി ഞാൻ ടെക്സ്റ്റിൽ പേജ് നമ്പർ 39 ഈ പിങ്ക് ബോക്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് സംയോജകത അതായത് വാലൻസി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. പൊട്ടാസ്യം ഓക്സൈഡ്. പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ K ആണ്. അടുത്തത് ഓക്സിജൻ എഴുതുക. പൊട്ടാസ്യത്തിൻ്റെ 1 ആണെന്ന് തന്നിട്ടുണ്ട്, ഓക്സിജൻ്റെ 2 ആണെന്ന് തന്നിട്ടുണ്ട്. 1 നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, അപ്പോൾ K2O. അടുത്തത് സിങ്ക് ബ്രോമൈഡ്. എപ്പോഴും ഐഡ് എന്ന വാക്കാണ് അവസാനം ചേർക്കുക. ഉദാഹരണത്തിന് ഇവിടെ പൊട്ടാസ്യവും ഓക്സിജനും അല്ലേ, അപ്പോൾ പൊട്ടാസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ സിങ്ക് ബ്രോമൈഡ്, ക്ലോറൈഡ്, ഫ്ലൂറൈഡ് അങ്ങനെയൊക്കെയാണ് അവസാനത്തെ വാക്ക് എഴുതേണ്ടത്. സിങ്ക് എന്ന് പറയുമ്പോൾ ZN ആണ്, ബ്രോമിൻ എന്ന് പറയുമ്പോൾ Br. ബ്രോമിൻ്റെത് 1 ആണെന്ന് തന്നിട്ടുണ്ട്, സിങ്കിൻ്റെത് 2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ZnBr2. അടുത്തത് കാർബൺ ടെട്രാക്ലോറൈഡ്. ഈ ക്വസ്റ്റ്യനിൽ അവർ കാർബൺ ടെട്രാക്ലോറൈഡ് CCl4 ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് കാർബണിൻ്റെയും ക്ലോറിൻ്റെയും വാലൻസി കണ്ടെത്താൻ, അതായത് സംയോജകത ഇതിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കാർബണിൻ്റെ 4 ആണ്, അതുകൊണ്ടല്ലേ
ഇതിവിടെ എഴുതിയിരിക്കുന്നത്. ക്ലോറിൻ്റെ അപ്പം എത്രയായിരിക്കും? 1 ആയിരിക്കും, 1. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും എഴുതാത്തത്. അപ്പോൾ കാർബണിൻ്റെ 4, ക്ലോറിൻ്റെ 1. അടുത്തത് മഗ്നീഷ്യം ഫ്ലൂറൈഡ്. അപ്പോൾ മഗ്നീഷ്യവും ഫ്ലൂറിനും എഴുതുക. മഗ്നീഷ്യത്തിൻ്റെ 2 തന്നിട്ടുണ്ട്, ഫ്ലൂറിൻ്റെ 1 തന്നിട്ടുണ്ട്. അപ്പോൾ MgF2. ഇനി ഈ ടെക്സ്റ്റിൽ അവസാനത്തെ പേജിൽ കുറച്ച് എലമെൻറ്റ്സ്, അതായത് മൂലകങ്ങളും അവരുടെ വാലൻസി, അതായത് സംയോജകതകളും തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതുപയോഗിച്ച് 4 സംയുക്തങ്ങൾ, അതായത് 4 കോമ്പൗണ്ട്സ് എഴുതാനാണ് പറഞ്ഞത്. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതുകയാണ്. ഓക്സിജൻ്റെ വാലൻസി സംയോജകത 2, ക്ലോറിൻ 1, ലിഥിയം 1, സിങ്ക് 2. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അലുമിനിയം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ കാൽഷ്യം ക്ലോറൈഡ് എന്നൊക്കെ എഴുതുമ്പോൾ ആദ്യം എഴുതുന്ന സാധനം മിക്കവാറും ഒരു ലോഹം അല്ലെങ്കിൽ മെറ്റൽ ആയിരിക്കും. അലുമിനിയം ഒരു മെറ്റലാണ് അല്ലെങ്കിൽ ലോഹമാണ്. അതുകൊണ്ടാണ് അലുമിനിയം ആദ്യം എഴുതിയിട്ട് ഓക്സിജൻ രണ്ടാമത് എഴുതുന്നത്. അല്ലാതെ ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഏത് ഓർഡറിലാണെന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ സിങ്കും ലിഥിയവുമാണ് മെറ്റൽസ്, ലോഹങ്ങൾ. ബാക്കിയുള്ളത് ഓക്സിജനും ക്ലോറിനും മെറ്റലല്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ആദ്യം സിങ്ക് ഓക്സൈഡ് എഴുതാം. സിങ്കിൻ്റെത് 2, അപ്പോൾ ഇവിടെ എഴുതാം. ഓക്സിജൻ്റെ 2, ഇവിടെ എഴുതാം. അപ്പോൾ അതെന്തായി? ZnO. അടുത്തത് സിങ്കും ക്ലോറിനും കൂടി, സിങ്ക് ക്ലോറൈഡ് എഴുതാം. സിങ്കിൻ്റെത് 2, ഇവിടെ എഴുതാം. ക്ലോറിൻ 1, അപ്പോൾ ZnCl2. അടുത്തത് ലിഥിയവും ഓക്സിജനും, അപ്പോൾ ലിഥിയത്തിൻ്റെത് 1, അതിവിടെ എഴുതാം. ഓക്സിജൻ്റെത് 2, അപ്പോൾ Li2O. അടുത്തത് ലിഥിയവും ക്ലോറിനും, ലിഥിയത്തിൻ്റെത് 1, ക്ലോറിൻ്റെത് 1, അപ്പോൾ LiCl. ഈ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ലെറ്റസ് അസസ് അല്ലെങ്കിൽ വിലയിരുത്താം എന്നുള്ള ഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത വീഡിയോയിലാണ് ചെയ്യുന്നത്. പാർട്ട് 3 വീഡിയോയാണത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ.